പൊട്ട് വേണോ അതോ പൊട്ട് വേണ്ടേ? പൊട്ട് വേണ്ട, അതാ ഭംഗി. അപ്പോൾ ഓക്കെ, ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പ് ഡോൺസ്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ വന്ന കാലത്ത് ആർട്ടിസ്റ്റ് മാത്രമല്ല, അല്ല ആക്ട്രസസ് മാത്രമല്ല മേക്കപ്പ് ഇടുന്നത്. എല്ലാ പെണ്ണുങ്ങളും മേക്കപ്പ് ഇടാതെ പുറത്തിറങ്ങാത്തൊരവസ്ഥയാണ്. നമുക്കറിയാം, എല്ലാവരും മേക്കപ്പ് ഇടും. കൊച്ചു പിള്ളേരൊട്ട് കുഞ്ഞു പിള്ളേരെ കണ്ടിട്ട് റീലൊക്കെ കണ്ടിട്ട് ആരും എന്തൊക്കെയോ തേക്കുന്നത്, എന്തുവാന്ന് അവർക്ക് എന്ത് പിടിയില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും മേക്കപ്പ് ഇടുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ വന്ന കാലത്ത് നമ്മളെന്നും ഡെയിലി ഓരോ പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. കണ്ണി കാണുന്നതൊക്കെ വാങ്ങിക്കാറുണ്ട്. ഒരാളുടെ ഒരു 17-18 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിൻ്റെ വീട്ടിൽ, 18 വയസ്സെന്നല്ല, ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നാൽ അവിടെ ഇല്ലാത്ത പ്രൊഡക്ട്സും ഇല്ലാത്ത മേക്കപ്പ് സാധനങ്ങളും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും മേക്കപ്പ് വാരിയൊക്കെ ഇങ്ങനെ വാരി വലിച്ച് പൊട്ടിയിടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? എല്ലാവരും റീൽസൊക്കെ കണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ട്, അതും ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും മേക്കപ്പ് ഇടാൻ പഠിക്കുന്നതൊക്കെ വാരിയിടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യരുതാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യരുതാത്തത് തന്നെ മതി, ചെയ്യരുതാത്തത് എന്നാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ സുന്ദരിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കമ്മൽ എനിക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു ഫാഷന് ഞാൻ എടുത്തിട്ടതാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ചെയ്താത്ത കാര്യം എന്ന് പറയുമ്പോൾ, ഡോണ്ട് ബൈ എ ലോട്ട്സ് ഓഫ് പ്രൊഡക്ട്സ്. അതായത് ഒരുപാട് കാശ് കളഞ്ഞ് ഒരുപാട് പ്രൊഡക്ട്സ് വാരി വലിച്ച് കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ സ്കിന്നിന് ആപ്റ്റായിട്ടുള്ളത്, നമ്മുടെ സ്കിൻ ടോണിന് ആപ്റ്റായിട്ടുള്ളത്, നമുക്ക് ഏത് ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ ഒരുപാട് വാരി വലിച്ച് പ്രൊഡക്ട്സ് പൈസ ആണെന്ന് വാങ്ങിച്ച് കൂട്ടേണ്ട കാര്യമില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഡോണ്ട് അപ്ലൈ മേക്കപ്പ് ഇൻ യുവർ ഡേർട്ടി ഫേസസ്. അതായത് നിങ്ങളുടെ ഡേർട്ടി ആയിട്ടിരിക്കുന്ന ഫേസിലേക്ക് നിങ്ങൾ മേക്കപ്പ് അപ്ലൈ ചെയ്യാതിരിക്കുക. നമുക്കറിയാം, മേക്കപ്പ് ഇടുന്നതിന് മുന്നേ മുഖം നല്ലൊരു ജെന്റിൽ ക്ലെൻസറോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസറോ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുക. അല്ലാണ്ട് പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഇനി ഇത് പെട്ടെന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ട് പോവാതിരിക്കുക. ഡേർട്ടി ഫേസിലേക്ക് ഒരിക്കലും ആ മേക്കപ്പ് അപ്ലൈ ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സും അതേപോലെ ആക്നെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഡോണ്ട് യൂസ് ഡേർട്ടി ബ്രഷസ്. അതായത് ഡോണ്ട് യൂസ് ഡേർട്ടി ബ്രഷസ്. അതായത് ഡേർട്ടി ബ്രഷസ് യൂസ് ചെയ്യാതിരിക്കുക. ഡേർട്ടി ബ്രഷ് എന്ന് പറയുമ്പം ഈ ചിലർ 6 മാസവും 2 വർഷമൊക്കെ അടിച്ച ബ്രഷ് ഇട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, നമ്മൾ വീക്കിലി ഒരു വട്ടമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ബ്രഷ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇനി അത് നന്നായിട്ട് ചീത്തയാണെന്നുണ്ടെങ്കിൽ കളഞ്ഞേക്കുക. ബ്രഷിന് വലിയ റേറ്റ് നോക്കത്തില്ല. നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പകുതി വില പോലും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ്, നല്ല പുതിയ ബ്രഷ് യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് ഈ ബ്രഷസിൽ നമ്മുടെ ബാക്ടീരിയ ഒട്ടിപ്പിടിച്ചിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മുടെ ഫേസിലാകും. അതുകൊണ്ട് അത് നമ്മുടെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് ബ്രഷ് നിങ്ങൾ വീക്കിലി ഒരു വട്ടമെങ്കിലും ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ മോശമായ ബ്രഷ് കളഞ്ഞേക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഡോണ്ട് സ്കിപ്പ് യുവർ ഐബ്രോസ്. നമ്മുടെ ഐബ്രോസ് ആണ് നമ്മുടെ മുഖത്തിന് ഏറ്റവും കൂടുതൽ. ഐബ്രോസ് കണ്ടിട്ടാണ് നമ്മുടെ മുഖത്തിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഐബ്രോസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഐബ്രോസ് നന്നായിട്ട് ഫീൽ ചെയ്യുക. നമ്മുടെ ഫേസിന് ഏത് രീതിയിലുള്ള ഐബ്രോസ് ആണോ, ചിലർക്ക് ചിലപ്പോൾ നല്ല വീതിയുള്ള ഐബ്രോസ് ആയിരിക്കും ചേരുന്നത്, ചിലർക്ക് അത്രയും വീതി ഇല്ലാത്തതായിരിക്കും ചേരുന്നത്. അപ്പോൾ ഐബ്രോസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഐബ്രോസ് ശ്രദ്ധിക്കുമ്പോൾ അങ്ങ് ഡാർക്ക് കളറിലെ ഐബ്രോസ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പീരിയഡ് എഴുതി കൊടുക്കുന്ന പോലെ ഇരിക്കും. അത് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐബ്രോസിന് ചേരുന്ന ഐബ്രോസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് കളറിൽ വാങ്ങിക്കാൻ കിട്ടും. ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ഐബ്രോ പെൻസിൽസ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഐബ്രോസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കുറച്ച് സമയം എടുത്ത് തന്നെ ഐബ്രോസ് നിങ്ങൾ ഫില്ല് ചെയ്തോളൂ, കുഴപ്പമില്ല. അടുത്തത് ഡോണ്ട് ഫെൽ അസ്ലീപ്. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഡോണ്ട് ഫെൽ അസ്ലീപ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മേക്കപ്പ് ഇട്ടോട്ട് അതേപോലെ നിങ്ങൾക്ക് എത്ര വലിയ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും, എത്ര തലവേദനയാണെന്ന് പറഞ്ഞാലും, എന്താണെന്ന് പറഞ്ഞാലും മേക്കപ്പ് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാതിരിക്കുക. അത് ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ഫേസിന്. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ നമ്മളത് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീൻ രാത്രി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും ഒരു മോയ്സ്ചറൈസർ എങ്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി
രാത്രിയിൽ നിങ്ങൾ എന്തായാലും സ്കിൻ കെയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ ഫോളോ ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഒരിക്കലും നമ്മൾ മേക്കപ്പ് ഇട്ട് അല്ലെങ്കിൽ പുറത്തു പോയി വന്ന ആ മേക്കപ്പോട് നമ്മൾ ഈവൻ കണ്ണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണി കിട്ടും. 6th പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് അപ്ലൈ ടു മച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിന് ആവശ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്യുക, അല്ലാണ്ട് ഓവറായിട്ട് വാരി ആദ്യം ഇടാതിരിക്കുക. നമ്മൾ മുഖം മൊത്തം ഫില്ലായിട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഫൗണ്ടേഷൻ എടുക്കാവുന്നതാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് എന്താണ് ഒരു ഓവർ മേക്കപ്പ് ചെയ്ത പോലെ, ഒരു ഹെവി മേക്കപ്പ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത്യാവശ്യം ഷൂട്ടും ആഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മേക്കപ്പ് റുട്ടീനിൽ നമ്മൾ ഫൗണ്ടേഷൻ പരിമിതമായി മാത്രം യൂസ് ചെയ്യുക. ഇത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ലാഭിക്കാം, മനസ്സിലായോ? അതും കൂടി ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് യൂസ് ചെയ്യാം. അടുത്ത 7ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് യൂസ് ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഓൺ യുവർ തിൻ ലിപ്സ്. കാരണം തിൻ ലിപ്സിൽ ഡാർക്ക് കളർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാതിരിക്കുക. തിൻ ലിപ്സ് ആണെങ്കിൽ ഇത് നിങ്ങളുടെ ലിപ്സിനെ കുറച്ച് ചെറുതാക്കി തന്നെ കാണിക്കുള്ളൂ. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നല്ലൊരു എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു റെഡ് കളർ ഷെയ്ഡൊക്കെ അതാകുമ്പോൾ എല്ലാവർക്കും സ്യൂട്ടാവും. അങ്ങനെ നിങ്ങളുടെ തിൻ ലിപ്സ് ആണെങ്കിൽ ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഒരിക്കലും നിങ്ങൾ പ്രിഫർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. 8ാമത്തെ പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ ഡോണ്ട് സ്മൈൽ ആസ് യു അപ്ലൈ ബ്ലഷ്. അതായത് ബ്ലഷ് ഇടുമ്പോൾ നിങ്ങളിങ്ങനെ സ്മൈൽ ചെയ്യാതിരിക്കുക. ബ്ലഷ് ഇടുമ്പോൾ സ്മൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കയറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്ലഷ് ഇടുമ്പോൾ നമ്മൾ നോർമൽ ഇങ്ങനെ തന്നെ ഇരിക്കുക. അപ്പോൾ അതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ബ്ലഷ് ചിലപ്പോൾ ഇവിടെ കേൾക്കും. അതുകൊണ്ട് ബ്ലഷ് ഇടുമ്പോൾ നിങ്ങൾ സ്മൈൽ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്മൈൽ ചെയ്യുന്നത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇഷ്ടത്തിന് സ്മൈൽ ചെയ്തു, കുഴപ്പമില്ല. ഞാൻ പറയാൻ പോകുന്ന 2 ടിപ്സും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് സ്കിപ്പ് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. മേക്കപ്പ് വലിയ ഹെവി മേക്കപ്പ് ആണെങ്കിലും നിങ്ങൾ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവരാണെങ്കിലും എന്ത് തരം മേക്കപ്പ് ആണെങ്കിലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത്. മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മറന്നുപോക്കില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് സ്കിപ്പ് സൺസ്ക്രീൻ. അത് എല്ലാവർക്കും അറിയാം, എന്നാലും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞാണ്. സൺസ്ക്രീൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫേസിനനുസരിച്ചിട്ട് സൺസ്ക്രീൻ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോഴേ യൂസ് ചെയ്ത് തുടങ്ങാം. സൺസ്ക്രീൻ എന്താണ് ഒരു 4 hours കൂടുമ്പോഴെങ്കിലും റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. മേക്കപ്പിന് പുറത്താണെങ്കിൽ റീഅപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയൂല. പക്ഷെ നിങ്ങൾ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വെയിലടിച്ച് ടാൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതും മാറ്റാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് നിങ്ങളിപ്പോൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ വേറെ എന്തെങ്കിലും ടിപ്സ് ഞാൻ പറയാത്തായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി മേക്കപ്പ് ഇട്ടോളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.